എരുമേലിയിൽ ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഡ്രൈവർക്ക് മർദ്ദനം. തമിഴ്നാട്ടിൽ നിന്നെത്തിയ സംഘത്തിലെ ഡ്രൈവറെ മറ്റൊരു ഡ്രൈവർ മർദ്ദിക്കുകയായിരുന്നു. തമിഴ്നാട് കരൂർ സ്വദേശി സുധനാണ് മർദ്ദനമേറ്റത്. എംബസി ഹോട്ടൽ ഉടമ ഷമീസിന്റെ അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്തതിനാണ് തീർത്ഥാടക സംഘത്തിലെ ഡ്രൈവറെ മർദ്ദിച്ചത്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്ന് അയ്യപ്പന്മാർ റോഡിൽ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എപ്പോഴാണ് ഈ സംഭവം? ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എരുമേലിയിൽ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി എത്തിയതായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം. അവരുടെ ഡ്രൈവറായിട്ടാണ് ഈ തമിഴ്നാട് കരൂർ സ്വദേശിയായിട്ടുള്ള സുധൻ എത്തിയത്. ഈ സുധൻ എരുമേലിയിലെ തിരക്കിനിടയിലൂടെ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എതിരെ വന്ന വാഹനം അത് മുന്നറിയിപ്പ് ഏതുമില്ലാതെ സിഗ്നലുകളൊന്നും ഇടാതെ വെട്ടിച്ച് മാറ്റുകയായിരുന്നു മുന്നിലൂടെ ഉണ്ടായിരുന്നത്. ഇത് ചോദ്യം ചെയ്തതിനെയാണ് സുധനിനെ ആദ്യം അസഭ്യം പറയുകയും പിന്നീട് അവിടെ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള കടയിൽ കയറി മറ്റൊരു ആളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഡ്രൈവറുടെ ക്യാബിനിലേക്ക് കയറി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 2 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എംബസി ഹോട്ടൽ ഉടമ ഷമീസ്, അമീൻ ഷാ എന്നിവരാണ് മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവർക്കെതിരെ പക്ഷെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള വിമർശനം ഇതോടകം തന്നെ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ നടുറോട്ടിൽ അയ്യപ്പന്മാരുടെ സംഘം ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് പിന്നാലെ ഇവരെ അയ്യപ്പന്മാർ റോഡിൽ ഇരുന്ന് ഉപരോധം നടത്തുകയും ചെയ്തിരുന്നു. പ്രതികളെ ഉടൻ അറസ്റ്റിലാക്കണമെന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉപരോധം. പോലീസ് എത്തി ഇവരെ സമന്വയിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. തീർത്ഥാടക സംഘത്തിലെ ഡ്രൈവർക്ക് എരുമേലിയിൽ വെച്ച് മർദ്ദനമേറ്റു. വിവരങ്ങളാണ് പങ്കുവച്ചത്.